വയലോരം ഷാപ്പിലാണ് കേട്ടോ. ഈ ഷാപ്പ് വരുന്നത് കോട്ടയം കുമരകം റൂട്ടിൽ 1-ാം തലത്തിൽ കണ്ണാടി ചായയിലും വിലയ്ക്കായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ? ബാ. തെങ്ങിൻ കള്ള് കുടിക്കാം. വയലോരം എന്ന പേര് പോലെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വയലുകളാണ് കേട്ടോ. ഇപ്പോൾ കൃഷിയല്ലാത്തതുകൊണ്ട് വെള്ളം കയറി കിടക്കുവാണ്. പിന്നെ ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റം തലക്കറിയാണ് കേട്ടോ. മീനിൻ്റെ കൂടെ കപ്പ കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം കപ്പയും മീനുമാണല്ലോ അടിപൊളി ഒരു കോമ്പിനേഷൻ. കേരയുടെയും നെയ്മീൻ്റെയും തലക്കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കേരയുടെ നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ നെയ്മീനാണ് ഞാൻ ഓർഡർ ചെയ്തത്. മുന്തിരി വൈനും മുന്തിരി ജ്യൂസും ഒക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടല്ലേ? അപ്പോൾ മുന്തിരി കള്ളായാലോ, അടിപൊളി. ഞാനങ്ങ് ഓർക്കുമായിരുന്നു മുന്തിരിക്കള്ളെന്ന് മനസ്സിൽ. അപ്പോഴത്തേക്കും ചേട്ടൻ വെറൈറ്റിക്ക് മുന്തിരിക്കള്ള് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മുന്തിരിക്കള്ള്, ഇഞ്ചിക്കള്ള്, നോർമലായിട്ടുള്ള നല്ല മധുരമുള്ള കള്ള് ഒക്കെ നമ്മുടെ ഈ ഷാപ്പിൽ ലഭിക്കും കേട്ടോ. ഷാപ്പിലെ ഫുഡായതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു കള്ള് മയമായിക്കോട്ടെന്ന് വെച്ചിട്ട് നമ്മൾ കള്ളപ്പമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അപ്പവും കുറച്ച് തലക്കറിയും കൂടിയാണ് ഞാൻ ഫസ്റ്റിലെ കഴിച്ചത് കേട്ടോ. മുന്തിരി വീഞ്ഞ് ഒഴിക്കണ കണ്ടോ, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നല്ല കളർഫുള്ളല്ലേ, നല്ല ലുക്കല്ലേ, അതുപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ടേസ്റ്റും. ഞാൻ ഫസ്റ്റ് ടൈമാണ് മുന്തിരി കള്ള് കുടിക്കാൻ പോകുന്നത് കേട്ടോ. മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് മുന്തിരി കള്ള് കുടിക്കാൻ പോകുന്നത്. നോർമൽ കള്ളിനേക്കാളും മുന്തിരിയുടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ജ്യൂസ് കുടിക്കുന്ന പോലെയും പിന്നെ ഒന്നുകൂടെ നമുക്ക് ഒരു മത്ത് പിടിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എന്തായാലും ഈ ബീഫിൻ്റെയൊക്കെ കൂടെ കുറച്ച് എരിവ് വരുമ്പോഴത്തേക്കും ഈ മുന്തിരിക്കള്ള് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നെയ്മീൻ്റെ തലക്കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കൂടുതലും മീൻ കഴിക്കുന്നതാണ് ഇഷ്ടം. ബീഫൊക്കെ നമ്മൾ കുറച്ച് പീസ് കഴിക്കുമ്പോഴേ മടുക്കുമല്ലോ. ഇനി ഇത്തിരി മുന്തിരിക്കള്ളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ആദ്യം കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുക. അപ്പോൾ അമ്മയോട് പറഞ്ഞു ഒന്ന് കുടിച്ച് നോക്കാൻ പറഞ്ഞു. അമ്മ ഫസ്റ്റ് ടൈമാണ് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. സാധാരണ നമ്മൾ പോയിട്ട് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വരാറാണ് പതിവ്. ഇന്നിപ്പോൾ നമ്മൾ കോട്ടയത്ത് ദിയക്കുട്ടിയുടെ ഡാൻസിന് ഡ്രസ്സ് റെൻറ്റിനെടുക്കാൻ പോയിട്ട് വരുന്ന വഴി പെട്ടെന്ന് കയറിയതാണ് കേട്ടോ. ചേട്ടൻ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ ചുമ്മാ അങ്ങ് ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇരിക്കുമായിരുന്നു. ഷാപ്പ് എത്തിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറിയപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസ് ആയി പോയിട്ടോ. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ ആക്കിയേക്കാന്ന് കേട്ടോ. അപ്പം ദാ തലക്കറി നമ്മൾ പകുതി ആക്കിയിട്ടുണ്ട്. 3 പേരും കൂടെ നല്ല ശരിപ്പിടുത്തമാണ് തലയെ പിടിച്ചത്. ഈ വീഡിയോ മോള് കണ്ടു കഴിയുമ്പോൾ മിക്കവാറും എൻ്റെ തലക്കിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. എന്നാന്ന് വെച്ചാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ തലക്കറിയൊക്കെ കഴിക്കുന്നത്. എന്തായാലും ഇനി വേറൊരു വീഡിയോ ചെയ്യാനായിട്ട് മോളുമായിട്ട് പോകണം, പ്ലാൻ ചെയ്തിട്ട് പോകണം. മുന്തിരിക്കള്ളിന് ഒരു മുന്തിരി ജ്യൂസിൻ്റെ ലാഘവം കൊടുത്തുകൊണ്ട് ചേട്ടൻ ഇതാ നോർമൽ കള്ള് മേടിച്ച് കുറച്ചും കൂടെ കുടിക്കുക കേട്ടോ. എന്നാന്ന് വെച്ചാൽ മുന്തിരിക്കള്ളല്ലേ ഞങ്ങളങ്ങ് കുറച്ച് കുടിച്ചായിരുന്നു. അപ്പോൾ നോർമൽ കള്ളൂടെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ അങ്ങോട്ട് കുടിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ പ്ലാൻ ചെയ്തു പോകുന്നതും സർപ്രൈസ് കിട്ടുന്നതും കൂടെ ഒരു വ്യത്യാസമില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇന്നിരിക്കുന്നത് കേട്ടോ. കാരണം എനിക്കൊരു സർപ്രൈസ് ആയിരുന്നല്ലോ. അപ്പോൾ തല കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് മുന്തിരിക്കള്ളും കൂടെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേ. ഇടയ്ക്ക് ആ തലയൊക്കെ ചീമ്പുമ്പോൾ അതിനകത്തെ ആ ഒരു നല്ല രുചിയുള്ളൊരു ഐറ്റം കിട്ടും. അതിൻ്റെ കൂടെ മുന്തിരിക്കള്ളും കൂടി ആകുമ്പോൾ വാവ്, സൂപ്പർ ഫീലായിരുന്നു. എന്തായാലും ഇന്നത്തെ യാത്ര സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ മുന്തിരിക്കള്ളും കുടിച്ച് തീർത്ത് അപ്പവും കപ്പയും ഒക്കെ തീർന്ന് വയറും മനസ്സും നിറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഷാപ്പിലെ മുന്തിരി വീഞ്ഞ് കുടിക്കുന്നേക്കാളും മുൻപ് തന്നെ കൺക്ലൂഷനോടെ പറഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത്. എനിക്കറിയാം ഈ കള്ളൊക്കെ കുടിച്ച് കഴിയുമ്പോൾ എൻ്റെ നാവിൽ വെള്ളിയേ വീഴത്തുള്ളൂ കേട്ടോ. അത് നന്നായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വണ്ടിയെ കയറി ഇരുന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കുന്നത് പോലും ശരിയാകുന്നില്ല ഗൈസ്. എൻ്റെ കിളി പോയ പോലെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ
ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു